നമസ്തേ. ഒരൊറ്റ മന്ത്രത്തിലൂടെ തന്നെ ഒരു കുടുംബത്തിലെ ഏവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുക. സർവ്വവിധമായ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളെയും നേടാൻ പരിശ്രമിക്കുക. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രം തന്നെയാണ് സർവേശ്വരിയായ ജഗദംബയുടെ അനുഗ്രഹദായകമായ ആ പരമപവിത്രമായ മന്ത്രം. സന്തതിയാകട്ടെ, ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവാകട്ടെ, തങ്ങളുടെ ബന്ധുമിത്രാദികളാകട്ടെ, ഇല്ലെങ്കിൽ ഐശ്വര്യകരമായ ഒരു ഭവനം തന്നെ ലഭിക്കട്ടെ, ഇത്യാദി ആഗ്രഹങ്ങളെല്ലാം ഒരേ പ്രാർത്ഥനയിലൂടെ ആ ചൈതന്യ സ്വരൂപിണിയായ ജഗദംബയുടെ തൃച്ചേവടികളിലേക്ക് സമർപ്പിച്ചാൽ തീർച്ചയായും ലഭിക്കുമെന്ന് മാത്രമല്ല, അമ്മയെ അതിനെ ഒരു കവചമായി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ശോഷണം സംഭവിക്കാതെ, ഒരിക്കലും ഒരു കുറവ് സംഭവിക്കാതെ നിരന്തരം നമ്മെ പരിപാലിക്കും കവചമായി. അതുകൊണ്ട് തന്നെ ദേവീ കവചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മന്ത്രശകലമാണ് പ്രിയപ്പെട്ട മിത്രങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രം നിങ്ങൾ നിരന്തരം ജപിക്കുകയാണെങ്കിൽ ദേവീ കവചം പൂർണ്ണമായി ജപിക്കുന്നത് തന്നെ വളരെ ഉത്തമമാണ്. പക്ഷേ ഇന്ന് നമ്മളിൽ പലർക്കും സമയത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. വളരെയേറെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആവശ്യമില്ലാത്തതിന് വേണ്ടി അനേകം സമയങ്ങൾ വ്യയം ചെയ്യുന്നതിന് നമുക്കൊരു മടിയുമില്ല. അത് കലികാലത്തിൻ്റെ കൂടി സ്വഭാവമാണ്. എന്തുതന്നെ ആയാലും ഈ സമയക്കുറവിനെ പരിഗണിച്ചുകൊണ്ടാണ് ദേവീ കവചത്തിലെ പ്രധാനമായ ഈ രണ്ട് മന്ത്രങ്ങളെ മാത്രം പ്രിയപ്പെട്ട മിത്രങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത്. ഒരു കാര്യം മാത്രം ഉറപ്പായി തന്നെ പറയാം, ഈ മന്ത്രത്തിന് വളരെ ശക്തിമത്തായിട്ടുള്ള മന്ത്രമാണ്. തീർച്ചയായും ജഗദീശ്വരിയെ നിരന്തരം ഇത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സർവ കാര്യസിദ്ധി തീർച്ചയായും ലഭിക്കും, യാതൊരു സംശയവുമില്ല. ആ സർവ അഭീഷ്ടദായിനിയായ ജഗദംബയുടെ കൃപാകടാക്ഷം എത്തണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ, ഒരു ദിനം, ഒരു നേരമെങ്കിലും നിരന്തരം ഈ മന്ത്രം ജപിക്കുക തന്നെ വേണം. എത്ര പ്രാവശ്യം നിങ്ങൾ ജപിക്കുന്നു, അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥതയോടുകൂടി ജപിക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും ജീവിത വിജയം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടാകേണ്ടത് ഭക്തിയാണ്, പരിപൂർണമായ വിശ്വാസമാണ്. സർവേശ്വരിയ ജഗദംബ എന്നെ പരിപാലിക്കും, ആ മാതൃഹൃദയത്തിൻ്റെ തലം എന്നെ തീർച്ചയായും അനുഗ്രഹിക്കത്തക്ക തലത്തിലേക്ക് ഉയരും. സർവ ആപത്തുകളിൽ നിന്നും ജഗദംബ എന്നെ പരിപാലിക്കും. എന്നെ മാത്രമല്ല, എൻ്റെ സന്തതികളെയും, എൻ്റെ ഭാര്യയെയും, എൻ്റെ ഭർത്താവിനെയും, എൻ്റെ ബന്ധുമിത്രാദികളെയും, എൻ്റെ ഭവനത്തെയും, എൻ്റെ വളർത്തു മൃഗങ്ങളെപ്പോലും, സർവത്തിനെയും, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സർവേശ്വരിയായ ജഗദംബ പരിപാലിക്കും, അല്ലെങ്കിൽ പരിപാലിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ തീർച്ചയായും അനുഗ്രഹിക്കും. ആ മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഗോത്രമിന്ദ്രാണി മേ രക്ഷേ, പശുന്മേ രക്ഷ ചണ്ഡികേ, പുത്രാൻ രക്ഷേൻ മഹാലക്ഷ്മീ, ഭാര്യാം രക്ഷതു ഭൈരവീ, മാർഗം ക്ഷേമകരീ രക്ഷിത്, വിജയ സർവദസ്ഥിത. ഗോത്രമിന്ദ്രാണി മേ രക്ഷിത്, പശുന്മേ രക്ഷ ചണ്ഡികേ, പുത്രാൻ രക്ഷേൻ മഹാലക്ഷ്മി, ഭാര്യാം രക്ഷതു ഭൈരവി, മാർഗം ക്ഷേമകരീ രക്ഷേത്, വിജയാ സർവദസ്ഥിര. അല്ലയോ ഇന്ദ്രാണി, പരമേശ്വരി, സർവ ജഗത്തിനെയും നയിക്കുന്നവളെ, സർവജഗത്തിനും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവളെ, അവിടെ നിന്ന് എന്നെയും എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെയും അതുപോലെ തന്നെ എൻ്റെ വളർത്തു മൃഗങ്ങളെയും എല്ലാം അമ്മയെ അവിടെ നിന്ന് പരിപാലിക്കണം. അതോടൊപ്പം എൻ്റെ സന്തതികളെ, പിന്നെയോ എൻ്റെ ഭാര്യയെ, അല്ലെങ്കിൽ എൻ്റെ പതിയെ, സർവരെയും സർവ ഐശ്വര്യകരമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സർവേശ്വരിയ ജഗദംബെ മാർഗത്തെ വിജയപ്രദമാകുന്ന തലത്തിലേക്ക് അമ്മ എത്തിക്കണം. അമ്മയുടെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ശത്രുബാധകളോ സങ്കടക്കയങ്ങളോ എന്നിലേക്ക് എത്തുകയില്ല എന്നും, അഥവാ എത്തിയാൽ തന്നെ വിജയപ്രദമായ രീതിയിൽ അതിനെ മറികടക്കുവാനും ഉജ്ജ്വലകരമായ വിജയം നേടുവാനും അമ്മയുടെ കൃപാകടാക്ഷം സദാ രക്ഷാ കവചമായി എന്നോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിരന്തരം ഈ മന്ത്രം ജപിക്കൂ. ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല, ഒരൊറ്റ മന്ത്രത്തിലൂടെ തന്നെ കുടുംബത്തിലെ സമസ്തരുടെയും സുരക്ഷിതത്വം ഈശ്വര കടാക്ഷത്തിന് പാത്രീഭൂതരായി ഏവരെയും മാറ്റുന്നു.
അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ ഏവരും ഇരുന്നത് ജപിച്ചാൽ വളരെ 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 ഉത്തമം. ഇനിയും ഒരാളെങ്കിലും ഇത് ജപിക്കുവാൻ വേണ്ടി മുതിർന്നാൽ അതിൻ്റെയും പ്രയോജനം വളരെ വലുതാണ്. സന്ധ്യാനേരം നാമം വിളക്ക് കൊളുത്തി വെച്ച് ഈ നാമം ദേവിയുടെ ഈ അത്ഭുതകരമായ ഈ മന്ത്രം ജപിച്ചാൽ ഇനിയും നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴായിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഒരു ദിനം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ജപിക്കണേ. ഇനിയും അടുത്ത മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. രക്ഷാഹീനം തുയസ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷ മേ ദേവി ജയന്തി പാപനാശിനി. രക്ഷാഹീനം തുയസ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷ മേ ദേവി ജയന്തി പാപനാശിനി. അമ്മേ, സർവേശ്വരിയായ പാപനാശിനിയായ ജഗദമ്പേ, സർവവിധമായ ജയങ്ങളെയും പ്രദാനം ചെയ്യുന്നവളെ, അവിടെ നിന്ന് ഞാനുമായും എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെയും മൃഗങ്ങളെയും എന്തിനെൻ്റെ ഭവനത്തെ പോലും അരക്ഷിതകരമായിരിക്കുന്ന തലത്തിൽ നിന്ന് സുരക്ഷിതകരമായ തലത്തിലേക്ക് എത്തിക്കുവാൻ അമ്മയുടെ അനുഗ്രഹമാകുന്ന ദിവ്യ കവചത്താൽ പരിപാലിക്കുവാൻ കൃപ കാട്ടണമേ. അവിടുത്തെ അനുഗ്രഹമാകുന്ന സംരക്ഷണ കവചം ഈ ഉള്ളവന് നൽകണമേ. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത സമസ്ത പാപങ്ങളും അമ്മയുടെ തൃച്ചേവടികളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സർവേശ്വരിയ ജഗദമ്പെ, അറിയാതെ ചെയ്ത മഹാപാപങ്ങളെ മുഴുവൻ പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി സർവേശ്വരി ഈ ഉള്ളവനെ അമ്മയുടെ സംരക്ഷണ കവചത്തിനുള്ളിലേക്ക് എത്തിക്കുവാൻ സുമനസ് കാട്ടണമേ. അമ്മയുടെ കൃപയുണ്ടെങ്കിൽ എന്നിലേക്ക് യാതൊരു വിധത്തിലുള്ള ആദിവ്യാധികളോ സർവവിധമായ ക്ഷയങ്ങളോ എത്തുകയില്ല എന്ന പരിപൂർണമായ എൻ്റെ വിശ്വാസം സർവേശ്വരിയായ ജഗദമ്പെ സത്യമാകുവാൻ ദേവി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ആശ്രിതവത്സലെ അല്ലേ ജഗദമ്പെ എന്ന് ഭക്തിയാദരപൂർവ്വം മനതാരിൽ മന്ദസ്മേരവദനയായ ആ മഹാലക്ഷ്മിയുടെ സർവൈശ്വര്യദായിനിയായ ജഗദമ്പയുടെ രൂപത്തെ സ്മരിച്ചുകൊണ്ടുകൂടിയാണ് ഈ മന്ത്രം ജപിക്കുന്നതെങ്കിൽ ഉറപ്പാണ് സുരക്ഷിതത്വം ലഭിച്ചിരിക്കും. ആർക്കും നൽകാത്ത രക്ഷാകവചം അമ്മ പ്രദാനം ചെയ്യും. സർവേശ്വരിയ ജഗദമ്പയുടെ രക്ഷാകവചം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു. മറ്റൊരു മന്ത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും നമസ്കാരം.